Watch full episodes on Jio Hotstar. ഓ, നീ എന്നെ തോപ്പിക്കാൻ നോക്കണേ? തീർച്ചയായിട്ടും നീ തന്നെ തോക്കും. ആണോ? നമുക്കൊന്ന് കാണാം. ഞാൻ നിന്നെ ജയിക്കാൻ സമ്മതിക്കില്ല. നോക്കാം ആദി. ഗൈസ്, ഒന്ന് വേഗം വാ. എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്. എന്ത് പറ്റി രേവ? ദേ അത് കണ്ടോ? അല്ല, അതെന്തുവാ? അതെന്തോ ഐലൻഡ് പോലെ തോന്നുന്നല്ലോ. പക്ഷെ നമ്മൾ എന്നിവിടെ വരാറുള്ളതല്ലേ? അന്നൊന്നും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടായത്? വല്ലാത്ത അതിശയം തന്നെ. അതിശയിക്കാനില്ല രേവ, ഇത് വളരെ വിചിത്രമായ ഒരു ഐലൻഡാ. അതായത് സമുദ്രത്തിന്റെ അടിയിൽ വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ടാകുമല്ലോ. അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ വ്യത്യസ്തമായ ചലനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ് സർഫേസിൽ വരാറുണ്ട്. അപ്പൊ ഈ ഐലൻഡ് പുതിയതായിരിക്കും അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് ആരും ഇതിൽ പോയിട്ടുണ്ടാവാനും വഴിയില്ല. വരൂ ശിവ, നമുക്ക് ആ ഐലൻഡിലേക്ക് പോയാലോ? പിന്നെ ഒരു കാര്യം, നമ്മളാണ് അവിടെ ചെല്ലണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫൗണ്ടേഴ്സ് ആയിട്ട് മാറും കേട്ടോ. പിന്നെ നമ്മളായിരിക്കും ഫേമസ് കേട്ടോ. ഓക്കെ ഗായ്സ്, എല്ലാവരും റെഡി ആയിക്കോളൂ. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോവാം. അല്ല, ഇവിടെ ഒന്നും ഇല്ലല്ലോ. നീ എന്താ ഈ പറയുന്ന ആദി? ഇന്നല്ലേ ഐലൻഡ് പുതിയതായിട്ട് വെള്ളത്തിൽ നിന്ന് വന്നത്. പിന്നെ എന്തുണ്ടാകാനാ ഇവിടെ? കൂട്ടുകാരെ ശ്രദ്ധിക്കണേ. ഇതെന്താ ഒരു ശബ്ദം? ഈ ഐലൻഡിൽ ആരെങ്കിലും കാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വരൂ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ സംഭവിക്കാന്ന്. കൂട്ടുകാരെ, അത് കണ്ടോ? അതിൽ കയറി നമുക്ക് താഴോട്ട് പോകാം. കൊള്ളാം യുടി. അങ്ങോട്ട് പോകാം. ചിലപ്പോ ടണലിന്റെ നടുക്ക് പോകാനുള്ള വഴി ഇവിടെ ആയിരിക്കും. അല്ല, ഇതെന്തുവാ? എല്ലാ ടണലും ഇവിടെയാണല്ലോ അവസാനിക്കുന്നത്. പക്ഷെ നമ്മൾ കേട്ട ആ ശബ്ദം അതെവിടുന്നായിരിക്കും വന്നത്? എനിക്ക് തോന്നുന്നു ഇവിടെ ഭൂതങ്ങളുണ്ടെന്ന്. ഇങ്ങനെ ഞങ്ങളെ ഗ്രാമത്തിൽ ഇതെന്താ ആരും എന്നെ പുറകെ വലിക്കുന്നുണ്ടല്ലോ. ശിവ, ഇതെന്താ സംഭവിക്കുന്നേ? എന്റെ അമ്മ ഒരു കണക്കിന് രക്ഷപ്പെട്ടു. നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? എനിക്കറിയില്ല ആദി. എനിക്ക് തോന്നുന്നു നമ്മള് വേറെ ലോകത്തെത്തിയെന്നാ. നമ്മളെ എവിടെ നിന്നാണോ വീണത്, ഇത് തീർച്ചയായിട്ടും വേറെ ഏതോ ഡിമെൻഷൻ ആണ്. ഇതിന് ഉത്തരം കണ്ടെത്താനാവില്ല. അത് ഐലൻഡിന്റെ ഗുഹയായിരുന്നു. എനിക്കിപ്പോ മനസ്സിലായി അത് എന്തുകൊണ്ടാണ് ഇത്രയും നാളും വെള്ളത്തിനടിയിൽ ഉണ്ടായിരുന്നതെന്ന്. കാരണം ആരും ആ ഡിമെൻഷനിലേക്ക് വരാതിരിക്കാനായി. യൂഡി എവിടെ പോയി? അവനും നമ്മളോടൊപ്പം താഴേക്ക് വീണോണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് എങ്ങനെ മറിഞ്ഞു പോയി? ഇവിടെ കാണേണ്ടതാണല്ലോ. അത് ഇത് കണ്ടില്ലേ, യൂഡിയുടെ ഷൂസ്. യൂഡിക്ക് അപ്പൊ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. വലിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഈ അടയാളം ചിലപ്പോ യൂഡിയെ കൊണ്ടുപോയതായിരിക്കും. കൂട്ടുകാരെ, നമുക്ക് ഇത് ഫോളോ ചെയ്യാം. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ഇത് യൂഡിയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? തീയും വരുന്നുണ്ടല്ലോ, പക്ഷേ യൂഡിയെ കാണുന്നില്ല. അതാണ് രേവ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ തീ കത്തുന്ന സ്ഥലത്ത് ചിലപ്പോ യൂഡിയെ കണ്ടെന്ന് വരാം.
ഞാൻ പറയുന്ന ജോലികളെല്ലാം നിങ്ങൾ ചെയ്യണം. ശിവ നോക്കിയേ, ദാ യൂടി അവിടെയുണ്ട്. അവനെ കൂട്ടിന്ന് പുറത്താക്കണം. പക്ഷേ രേവ, ഇവിടെ ഒരുപാട് ഗാർഡ്സ് ഉണ്ടല്ലോ. ഗാർഡ്സ് അല്ല, ക്രിമിനൽസാ. ഇവരെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇവരുടെ ജോലി. പിടിച്ചു കൊണ്ടുപോകുന്നവരെല്ലാം ഇവര് അടിമകളാക്കാറുണ്ട്. എങ്ങനെയെങ്കിലും എല്ലാവരെയും രക്ഷപ്പെടുത്തണം. നീ പറഞ്ഞത് വളരെ ശരിയാ ശിവ. യൂടിയുടെ ഒപ്പം തന്നെ ഇവരെ എല്ലാരും രക്ഷപ്പെടുത്താം. വേഗം എല്ലാവരും പൊസിഷനിൽ നിൽക്കൂ, കമാൻഡർ വരുന്നുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കരുത്. എല്ലാവരും രണ്ടടി പുറകോട്ട് മാറി നിൽക്കൂ. ഈ ടൂയാനിലെ കിങ്സ് വാങ്ങിനെ സ്വാഗതം ചെയ്യാനാണ് നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും അനുസരിച്ചാൽ സമ്മാനമായി നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷപ്പെടും. എന്നെ വീട്, എനിക്ക് പുറത്തു പോണം. എനിക്ക് ഇവിടെ കിടക്കണ്ട. ഇവൻ വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങിയോ? ആ കൂട്ടിലുള്ളവരെ ഞാൻ വെറുതെ വിടും. പക്ഷെ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കിങ് സുവാന് മാത്രമേ അറിയൂ, കേട്ടോ? പക്ഷെ എന്തു തന്നെയായാലും കമാൻഡറിന് ഇന്ന് ഭയങ്കര സന്തോഷമായിരിക്കും. എന്റെ കൂട്ടുകാരൻ ശിവ ഇവിടെ വരുമ്പോ അറിയാൻ പറ്റും നിങ്ങളുടെ കമാൻഡറിന് എന്തുമാത്രം സന്തോഷം കിട്ടുമെന്ന്. നിന്റെ കൂട്ടുകാരനോ? ആ ശിവ നിന്നെ വന്ന് രക്ഷിക്കുമെന്നോ? അതും കമാൻഡറിന്റെ പിടിയിൽ നിന്നോ? എന്ത് തന്നെ ആയാലും ശരി, ഞാൻ പറഞ്ഞതുപോലെ കമാൻഡറിന് ഇന്ന് ഭയങ്കര സന്തോഷമായിരിക്കും. ശരിയാ കൂട്ടുകാരെ, ആദ്യം പറഞ്ഞത് വളരെ ശരിയാ. ഇവിടെ ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. സമയമാണെങ്കിൽ വളരെ കുറവും. നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഒന്ന് അഭിനയിക്കേണ്ടതായിട്ട് വരും. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ശിവ വന്നല്ലോ, എന്റെ ശിവ വന്നല്ലോ, എന്റെ ശിവ. വരൂ യുഡി, വേഗം ഇവിടുന്ന് പോവാം. അപകടം അപകടം, ആരോ വന്ന് ഒരാളെ രക്ഷിച്ചിരിക്കുന്നു. അല്ല, ജോലിക്കാര് പറഞ്ഞത് ശരിയാണല്ലോ. അവന്റെ ധൈര്യശാലിയായ കൂട്ടുകാരൻ അവനെ രക്ഷിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും കമാൻഡറിന് ഇന്ന് ഭയങ്കര സന്തോഷമായിരിക്കും. ശിവ, വേറൊരു ഏലിയൻ കുട്ടി. ഓഹോ, ഒരു ഏലിയൻ കുട്ടി വേറൊരു ഏലിയൻ കുട്ടിയെ രക്ഷിക്കാനായി വന്നിരിക്കുന്നു. ആഹാ, നല്ല രസമുണ്ട്. അതായത് കൊള്ളാം, ഇത് നന്നായിരിക്കുന്നു. ഗാർഡ്സ് ഗാർഡ്സ്, പെട്ടെന്ന് ഇവനെ പിടിക്കുക. ഏ കുട്ടി, നിർത്തൂ. എന്റെ ഗാർഡ്സിനെ വേണമെങ്കിൽ നിനക്ക് തല്ലി താഴ്ത്തേക്കിടാൻ പറ്റും. പക്ഷേ എന്റെ ഏലിനെ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരെ ഇവിടുന്ന് തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കും. നിങ്ങൾ വേഗം പുറത്തേക്ക് വരൂ. എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇവിടുന്ന് പോയേക്കാം. ശിവ, താങ്ക് യു ശിവ. നീയും നിന്റെ കൂട്ടുകാരും വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ ഞങ്ങൾ അടിമകളാക്കി കിങ് സുവാനിന്റെ അടുത്തേക്ക് കൊണ്ടുപോയേനെ. ഞങ്ങൾ എല്ലാവരും നിന്നോട് കൃതാർത്ഥരാണ്. അവിടെ നിന്നാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ കടമയാണ്.
ഇനി ഇയാൾ എണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് വേഗം രക്ഷപ്പെടാൻ നോക്കൂ. ശിവ, വേഗം വാ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ കമാൻഡർ എണീറ്റാലും ആപത്താ. അതെ രേവ, നീ പറഞ്ഞ ശരിയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.